I wish him all success. ഇതിനുശേഷം My entrusted job സ്പീക്കറെ പ്രഖ്യാപിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മറ്റ് സഭാംഗങ്ങൾ അനുമോദനം അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. Thanks to the venerable Chief Minister Shri V.D. Sadishan, respected opposition leader Shri Pinarayi Vijayan. Also thanks to the Legislative Secretariat. Thanks to you all. Thanks. ബഹുമാനപ്പെട്ട ശ്യാമപ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. രോഹിണി, സഭാനാഥനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 101 വോട്ടും എ.സി. മൊയ്തീന് 35ഉം ബി ഗോപകുമാറിനെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിയമസഭയിലെത്തിയ ബി ഗോപകുമാറിനെ 3 വോട്ടുമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി തന്നെ പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുൻപാകെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു. പ്രധാനമായും ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായി അക്ഷരമാല ക്രമത്തിന് നിന്ന് വ്യത്യസ്തമായി സീറ്റ് ക്രമത്തിലായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയും ചെയ്തത്. എന്തായാലും സഭാ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഔദ്യോഗികമായി തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി ചേർന്ന് സ്പീക്കറെ ഡയസിലേക്ക്, സ്പീക്കറുടെ ചെയറിലേക്ക് ആനയിക്കും. തുടർന്ന് കക്ഷി നേതാക്കളെല്ലാം തന്നെ അനുമോദിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും പുറത്ത് ശങ്കരനാരായണൻ, മുൻ സ്പീക്കർ കൂടിയായ ശങ്കരനാരായണൻ നമ്പിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തുകയും ചെയ്യുക. എന്തായാലും നിലവിൽ ഇനിയുള്ള നടപടികൾ ഇന്നത്തോടുകൂടി തന്നെ സഭാ നടപടികൾ പിരിയുകയും ചെയ്യും. 23 മുതൽ 28 വരെ സഭാ നടപടികൾ കാണില്ല. 29-ന് സഭാ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. അന്നാണ് നയപ്രഖ്യാപനം നടക്കുക. നയപ്രഖ്യാപനത്തിന് ശേഷം ജൂൺ 1-നാണ് നിലവിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും. ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് നടക്കുക. ഗവർണർമാരുടെ നന്ദി പ്രഖ്യാപനത്തിന്മേലുള്ള ഉപക്ഷേപത്തിന്മേൽ ചർച്ചകളും പിന്നീട് നടക്കും. ശരി ശ്യാം, നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായതിന് ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറായി പ്രഖ്യാപിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സഭയിൽ നിന്ന് കെ.ബി. ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. തത്സമയത്തിലേക്ക് വീണ്ടും. അനുമോദിച്ച് സ്പീക്കർ കസേരയിലേക്ക് ആനയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭാനാഥനായി ചുമതലയേറ്റിരിക്കുന്നു.